പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്ന് വീണ്ടും കൊടുങ്കാറ്റ് വീശുകയാണ്. ബി.ജെ.പി. അധികാരം പിടിച്ചടക്കിയെന്നും ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടെന്നുമുള്ള വാർത്തകൾക്കിടയിൽ ഹിമാലയത്തോളം ഉറപ്പുള്ള ഒരു വാക്ക് കൊൽക്കത്തയുടെ തെരുവുകളിൽ മുഴങ്ങുന്നു: ഞാൻ തോറ്റിട്ടില്ല, ഞാൻ രാജിവെക്കില്ല. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അട്ടിമറി വിജയം നേടിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണെന്നും ബി.ജെ.പി. ജനവിധി കൊള്ളയടിച്ചതാണെന്നും ആരോപിച്ചാണ് മമത രാജിവെക്കാൻ വിസമ്മതിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 174 അനുച്ഛേദ പ്രകാരം തനിക്ക് ലഭിച്ചിട്ടുള്ള അധികാരം ഉപയോഗിച്ച് പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിടുന്നു എന്ന ഒറ്റവരി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഗവർണർ R.N. രവി. രാജിവെക്കാത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന ആക്ഷേപം വലിയ തോതിൽ ഉയരുമ്പോഴും പക്ഷേ മമത തെരുവിൽ തന്നെയുണ്ട്. അതെ, ഇത് മമതാ ബാനർജിയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും വിവാദപരമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമ. വെളുത്ത കോട്ടൺ സാരിയും ഹവായ് ചപ്പലും അണിഞ്ഞ് വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ബംഗാളിന്റെ സ്വന്തം ദീദി. 1970-കൾ ബംഗാൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാൽ കലുഷിതമായ കാലം. ആ തെരുവുകളിൽ നിന്നാണ് മമത എന്ന പോരാളി ഉദയം ചെയ്തത്. കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച മമത ഒത്തുതീർപ്പുകളില്ലാത്ത സമരമുറകളിലൂടെ പെട്ടെന്നു തന്നെ ജനശ്രദ്ധ നേടി. 1984-ലായിരുന്നു ആ ചരിത്ര മുഹൂർത്തം. വെറും 29-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് അധികായനായിരുന്ന സോമനാഥ് ചാറ്റർജിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിച്ച് മമത ജെയിൻ കില്ലർ എന്ന പേര് നേടിയെടുത്തു. കേന്ദ്രമന്ത്രി പദവികൾ അലങ്കരിക്കുമ്പോഴും അവരുടെ മനസ്സ് ബംഗാളിലെ സാധാരണക്കാർക്കൊപ്പമായിരുന്നു. 1998-ൽ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതോടെ മമതയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: 34 വർഷം നീണ്ട ഇടതുപക്ഷ ഭരണത്തെ തകർക്കുക. 2006-2007 കാലഘട്ടത്തിലെ സിംഗൂർ, നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരങ്ങൾ മമതയെ ഒരു ജനകീയ വിപ്ലവകാരിയാക്കി മാറ്റി. കർഷകർക്കായി അവർ നടത്തിയ നിരാഹാര സമരങ്ങൾ ബംഗാളിന്റെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ ചരിത്രം തന്നെ കുറിച്ചു. ഒടുവിൽ 2011-ൽ ആ ചെങ്കോട്ട തകർന്നു. പശ്ചിമ ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി മമത അധികാരമേറ്റു. ലളിതമായ ജീവിതശൈലിയും സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ശൈലിയും അവരെ ജനങ്ങളുടെ പ്രിയങ്കരിയാക്കി മാറ്റി. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ബി.ജെ.പി. 207 സീറ്റുകളുമായി അധികാരം ഉറപ്പിച്ചെന്നും ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടെന്നുമുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടെങ്കിലും മമത തളരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി കൊള്ളയടിച്ചുവെന്നാണ് അവരുടെ ആരോപണം. മമതയുടെ അനുയായികളുടെ കൊലപാതകത്തെ തുടർന്ന് സംസ്ഥാനം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ നിഴലിലാണ്. ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും പ്രധാന സഹായിയുമായിരുന്ന ചന്ദ്രനാഥ് രഥ് വെടിയേറ്റു മരിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 48 മണിക്കൂറിനകം നടന്ന ഈ കൊലപാതകത്തെ തുടർന്ന് ബംഗാളിലെ വിവിധ ജില്ലകളിൽ വൻതോതിൽ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 200-ലധികം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘർഷം അടിച്ചമർത്താൻ പോലീസ് 433 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1000-ലധികം ആളുകളെ കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്. കൽക്കത്തയിൽ തങ്ങളുടെ പാർട്ടി ഓഫീസിന് തീയിട്ടതായും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയതായും TMC പ്രവർത്തകർ ആരോപിച്ചു. CBI അന്വേഷണം വേണമെന്ന് തൃണമൂൽ ആവശ്യപ്പെടുമ്പോൾ അധികാരം പിടിക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങൾ ബംഗാളിനെ വീണ്ടും സ്ഫോടനാത്മകമാക്കുന്നു.